എന്ത് മണവാ! ഇന്ന് നിന്റെ ബർത്ത്ഡേ ആയിട്ട് അമ്മ സ്പെഷ്യൽ ആയിട്ട് പായസം ഉണ്ടാക്കിയതാ. ഇവിടെ പച്ചനുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊന്നും പറ്റത്തില്ലല്ലോ. താങ്ക് യു. അമ്മീ പായസം കിടുക്കി. എന്ത് രുചിയാ ഇത്! ഹാപ്പി ബർത്ത്ഡേ റീന. താങ്ക് യു. ഗിഫ്റ്റ്, ഓ മൈ ഗോഡ്, അടിപൊളി ഗിഫ്റ്റ്. ഇതിന്റെ അകത്തെന്താ? പറ്റില്ല, അതൊന്നും ഞങ്ങള് പറഞ്ഞു തരത്തില്ല. ഇത് ഇവിടുന്ന് ഓപ്പൺ ചെയ്യണ്ട, വീട്ടിൽ പോയിട്ട് ഓപ്പൺ ചെയ്താ മതി. ഓക്കെ. എന്നത്താ? എന്താടി ഇതിൽ ശരിക്കുള്ളത്? ഒന്ന് പറഞ്ഞതാ. എന്നാ പിന്നെ അതിന് സർപ്രൈസ് ഒന്ന് വിളിക്കണം. നീ വീട്ടിൽ പോയിട്ട് സമാധാനത്തോട് കൂടിയിട്ട് തുറന്നാ മതി. നിന്റെ അച്ഛൻ വീട്ടിലില്ലേ? ഇല്ല 2 ദിവസത്തിന് എന്തോ കാര്യത്തിന് വേണ്ടി പോയിരിക്കുക. അതുകൊണ്ടമ്മ ഇന്ന് രാവിലെ പായസമൊക്കെ വെച്ചു. അച്ഛൻ പോയതിനോ? അല്ല, എന്റെ ബർത്ത്ഡേ ആയിട്ട് എന്റെ ബർത്ത്ഡേക്ക് ഇങ്ങനെയൊന്നും വെക്കാറില്ല. അച്ഛന് വീട്ടിലില്ലാത്തോണ്ട് വെച്ചു. A few minutes later. എന്താ? സോറിടാ. എന്തിനാ? എനിക്ക് ഒരു പെണ്ണി ഇഷ്ടോ. അതിനെന്തിനാ എന്നോട് സോറി പറയുന്നേ? ഞാൻ നിന്നോട് എല്ലാ കാര്യങ്ങളും പറയാറില്ലേ, ഇത് മാത്രം. എടാ സോറിടാ. എന്താ? എനിക്കും ഒരു പെണ്ണിനെ ഇഷ്ടമാ. ഓ മൈ ഗോഡ്, ആരാ? എവിടെയുള്ളത്? നീയല്ല ആദ്യം പറഞ്ഞത്, നീ തന്നെ നിന്റേത് പറ. ഇന്ന് അവളുടെ ബർത്ത്ഡേയാ. ഇന്ന് നീ എന്തായാലും വരണം, ഒരു 6 മണിക്ക് ആവുമ്പോ. ആ സമയത്ത് ഞാൻ കാണിച്ചു തരാം. ഞാൻ നിന്നെ പ്രോമിസ് ചെയ്യുന്നു, നീ ശരിക്കും ഷോക്കാവും. എടാ, എന്റെ അവളെയും ബർത്ത്ഡേ ഇന്നാണ്. ഓ ഞാനും സർപ്രൈസ് കൊടുക്കണ്ട്. പക്ഷേ ചെറിയ സർപ്രൈസാ, അതുകൊണ്ടാ നിങ്ങളൊന്നും വിളിക്കാത്തെ. എന്തായാലും ഞാൻ പറയണ്ട് ആരാന്ന്. ശരി. പക്ഷേ എനിക്ക് ചെറിയ പേടിയുണ്ട്. രാവിലെ തൊട്ട് തുടങ്ങിയതാ. ഫ്ലോപ്പ് ആവോന്ന് എന്റെ പേടി. എടാ പോടാ, അങ്ങനൊന്നും പേടിക്കേണ്ട ഒരു കാര്യം വരുന്നില്ല. താങ്ക്സ് ഡാ, നീ പ്രാർത്ഥിക്കണേ. ഉറപ്പായിട്ടും ഞാൻ പ്രാർത്ഥിക്കാടാ, പേടിക്കൊന്നും വേണ്ട. ശരി. A few moments later. എന്താടാ സൈക്കിളിലോ? എനിക്കിന്ന് പോയിട്ട് കുറച്ച് പരിപാടിയുണ്ട്. നീ ഇന്നെന്തായാലും ഒറ്റയ്ക്ക് പോയിക്കോ, എനിക്ക് കുറച്ചധികം പണിയുണ്ട്. എന്താ പണി? അതൊക്കെ ഞാൻ നാളെ രാവിലെ പറയണ്ട്. എടാ സോറി, ഒട്ടും ടൈമില്ല, ഞാൻ പെട്ടെന്ന് പോട്ടെ. ശരി പൊക്കോ. ഇന്ന് റാമിന്റെ അടുത്തേക്ക് വരത്തില്ലേ? വരൂ. ആ ഓക്കെ. റീനയ്ക്ക് കുറച്ച് ദൂരെയില്ലേ വീട്ടിലോട്ട്? സൈക്കിള് കയറണോ? വേണ്ട, നീ തന്നെ തനിച്ചു പോയിക്കോ. ഓക്കെ. എനിക്കെന്താ എപ്പോഴും അവനോട് ദേഷ്യം? അതെന്റെ ഇഷ്ടം. നിങ്ങളെ കഴിഞ്ഞ ജന്മത്തിന് ശത്രുക്കളായിരുന്നോ? അതൊന്നും എനിക്ക് അറിയാൻ പാടില്ല. അവനെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്റെ ബർത്ത്ഡേ ദിവസമായിട്ട് നിങ്ങൾ ദേഷ്യപ്പെടല്ലേ? കൂളാവ്. A few minutes later. ചേട്ടാ, ഒരു കേക്ക്. ഏത് കേക്കാ വേണ്ടത്? അത് പിന്നെ റീനയ്ക്ക് ഏത് കേക്കാ ഇഷ്ടാവുക? ചോക്ലേറ്റ് ആവോ? ചേട്ടാ ചോക്ലേറ്റ് എടുത്തോ. ദേ ആ ഭാഗത്തുണ്ട്, അവിടുന്ന് ഏത് കേക്കാച്ചാ സെലക്ട് ചെയ്തോളൂ. ഓക്കെ. ആകെ മൊത്തം കൺഫ്യൂഷൻ ആയല്ലോ. ഇതിലിപ്പോ ഏത് കേക്ക് സെലക്ട് ആക്കും? ചേട്ടാ ഈ കേക്ക് മതി. അത് തന്നെ. ബർത്ത്ഡേക്കാണോ അല്ലെങ്കിൽ വേറെ വല്ല സെലിബ്രേഷൻ ആണോ? ബർത്ത്ഡേക്കാ. അപ്പൊ പേര് എഴുതണ്ടേ? വേണം. റീന. സ്പെല്ലിംഗ് ഒന്ന് പറയോ? ഇനിയിപ്പോ സ്പെല്ലിംഗ് തെറ്റാല് അത് വലിയ ഇഷ്യൂ ആയി പോവും. REENA. ഇതാ. എത്ര ക്യാഷ്? 450. ഓക്കെ. അച്ഛാ, ഈ കേക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണേ. ഒരു 6:30 ആവുമ്പോ ഞാൻ ഇവിടെ എത്തും. ശരി മോനെ. 2 എഗ് പഫ്സ് 2 ചായയോ. 1 hour later. അവൻ എവിടെ? അതാ എനിക്കും അറിയാത്തത്. വന്നോ? എത്ര നേരായിട്ട് വെയിറ്റ് ചെയ്തിരിക്കാതെ. ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് വിളിച്ചാലോ ഈ നേരത്താണോ എത്തേണ്ടേ? സോറി, ഐ എം റിയലി സോറി. നിന്റെ മാത്രാണോ? എന്റെ പെണ്ണിന് ബർത്ത്ഡേ ഇന്നല്ലേ? അതൊക്കെ ഒന്ന് സെറ്റ് ആക്കായിരുന്നു. ഓ, ഞാനത് മറന്നു. എന്നാ ശരി, കുഴപ്പമില്ല, വാ. അല്ല, ആരാ പെണ്ണ്? ഞാനിതുവരെ കണ്ടിട്ടൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട്. നീ എല്ലാം കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഞാനോ? അതാരാ? നീ ഇത്ര പെട്ടെന്ന് ഷോക്കായോ? അതുകൊണ്ടാണോ കയ്യിലുള്ള ബൊക്കെയൊക്കെ നിലത്തേക്ക് വീണേ? ഷോക്കാവേ? നിനക്കിതെല്ലാം അറിയായിരുന്നല്ലോ. നിന്റെ അനിയനെ നിന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് നീ എന്നോട് മുന്നേ പറഞ്ഞതാണല്ലോ. അപ്പോഴേക്കും നിന്റെ അനിയ നിന്നോട് പറഞ്ഞോ? പറഞ്ഞിരുന്നു. എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ മറന്നു പോയതാ അത്.
എന്നിട്ടാണോ ഇതൊക്കെ? എന്താ ഹൃത്തിക് മുഖം വല്ലാതിരിക്കണേ? ഹൃത്തിക് അതോ? ഒന്നുമില്ല, കേക്ക് മുറിക്ക്. അയ്യോ റീന, നീ എന്താ പറഞ്ഞത്? എന്നെ എപ്പോഴും ഇവൻ ഫോളോ ചെയ്യുന്നുണ്ടെന്നല്ലേ? എന്നെ പോലെ തന്നെ ഇവന്റെ പെണ്ണിന് ബർത്ത്ഡേ ഇന്ന്. ഓ അങ്ങനെ. നിനക്ക് പോവാനുണ്ടല്ലേ പെട്ടെന്ന്? ഹൃത്തിക് ആ ഉണ്ട്. ആ റീന, കേക്ക് മുറിക്ക്. ശരി. റാം എന്താടാ? എനിക്ക് പോണം. ഇതാ ഗിഫ്റ്റ്. ഒരു കഷ്ണം കേക്ക് കഴിക്കുക. അയ്യോ ലേറ്റ് ആയി പോവും. ഞാനൊന്ന് പോട്ടെ. എന്താ ഹൃത്തിക്, ഒരു കേക്ക് കഴിക്കുമ്പോതിന് എങ്ങനെ ഇത്ര സമയം പോകുന്നേ? ഒരു കേക്ക് കഴിക്കുക. വേണ്ടടാ, അവള് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. റീന ഹാപ്പി ബർത്ത്ഡേ.